കാസർഗോഡ് കുമ്പളയിലെ CPM നേതാവും യുവ അഭിഭാഷകയുമായ രഞ്ജിതയുടെ മരണത്തിൽ സുഹൃത്തായ അഭിഭാഷകൻ കസ്റ്റഡിയിൽ. തിരുവല്ല സ്വദേശി അനിൽകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് പിടിയിലായത്. രഞ്ജിതയുടെ ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണും പരിശോധിച്ചതിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. സെപ്റ്റംബർ 30-നാണ് രഞ്ജിതയെ കുമ്പളയിലെ സ്വന്തം ഓഫീസ് മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുമ്പളയിൽ യുവ അഭിഭാഷകയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് അഭിഭാഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുവല്ല സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. 30-കാരിയായ രഞ്ജിത ജീവനൊടുക്കിയതിനു പിന്നാലെ കാണാതായ അഭിഭാഷകനെ തിരുവനന്തപുരത്ത് നിന്നാണ് കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വർഷങ്ങളായി രഞ്ജിതയുടെ സുഹൃത്താണ് ഇയാൾ. സെപ്റ്റംബർ 30-നാണ് രഞ്ജിതയെ കുമ്പളയിലെ സ്വന്തം ഓഫീസ് മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPM കുമ്പള ലോക്കൽ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറിയും DYFI മേഖലാ പ്രസിഡന്റുമായിരുന്നു രഞ്ജിത. നിരവധി തവണ കുടുംബാംഗങ്ങൾ ഫോൺ ചെയ്തിട്ടും രഞ്ജിത ഫോൺ എടുത്തിരുന്നില്ല. ഇതേ തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. ഓഫീസ് മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. അഭിഭാഷക ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ നിന്നാണ് മരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. രഞ്ജിതയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും CPM കുമ്പള ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു. അടുത്ത സുഹൃത്തായ അഭിഭാഷകൻ രഞ്ജിതയുടെ മൃതദേഹം കാണാൻ പോലും തയ്യാറായിരുന്നില്ലെന്നും ആരോപണവും നിലവിലുണ്ട്. കൂടാതെ കാസർഗോഡ് ജില്ലാ കോടതിയിൽ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. കുമ്പള ബത്തേരി സ്വദേശിനിയായ രഞ്ജിത വിവാഹിതയാണ്. കസ്റ്റഡിയിലുള്ള അനിൽകുമാറും വിവാഹിതനാണ്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കുമെന്നാണ് സൂചന. അനിൽകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നും കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്.